വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്നിവിടെ സൈൻ വേവ് ഇൻവെർട്ടറിനെ കുറിച്ചാണ് വളരെ വിശദമായി മനസ്സിലാക്കുന്നത്. ഒരു ഔട്ട്ലൈൻ, ബേസിക്കലി സൈൻ വേവ് എങ്ങനെയാണ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നത് എന്ന് ആണ് മനസ്സിലാക്കുക. ബാക്കി സ്വിച്ചിങ്ങും അതൊക്കെ സെപ്പറേറ്റ് നോക്കാം. ഒരു മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് ഏതെങ്കിലും ആവട്ടെ, ആർഡിനോ ആവാം, പിക്ക് ആവാം, അല്ലെങ്കിൽ ST ആവാം, ഏതെങ്കിലും മൈക്രോ കൺട്രോളർ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് പ്രധാനമായി യൂസ് ചെയ്യുന്നത് 2 പിന്നുകളാണ്, PWM പിന്നുകൾ. അതിനു മുമ്പ് സൈൻ വേവിൻ്റെ ഷേപ്പിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ പറഞ്ഞുതരാം. ലൈറ്റിൻ്റെ വർക്കിംഗ് രൂപത്തിൽ പറയുകയാണെങ്കിൽ ഒരു ജസ്റ്റ് നമുക്കൊരു LED എടുക്കാം. LED എടുക്കുകയാണെങ്കിൽ ആ LED പെട്ടെന്നൊന്ന് ഓണാവുന്നു, കുറച്ച് സമയം തെളിഞ്ഞു നിൽക്കുന്നു, അണയുന്നു. അത് അര സെക്കൻഡ് നേരമാണെന്ന് വിചാരിക്കാം. വീണ്ടും പെട്ടെന്ന് തെളിയുന്നു, സഡനായിട്ട് ഓഫാവുന്നു. ഇതാണ് സ്ക്വയർ വേവ്സ് എന്ന് പറയുന്നത്, സ്ക്വയർ വേവ് പൾസസ്. സൈൻ വേവ് ആണ് എങ്ങനെയാണ്? ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. പെട്ടെന്ന് തെളിയുന്നില്ല, ഡിം ആൻഡ് ബ്രൈറ്റ് പോലെ വളരെ ഡിമ്മായി പ്രകാശം കുറഞ്ഞ് പതുക്കെ ഉയർന്ന് അതിൻ്റെ പരമാവധി ഏറ്റവും കൂടിയ വേഗതയിൽ വെളിച്ചത്തിലേക്ക് എത്തിച്ചേരുന്നു. വീണ്ടും അതുപ്രകാരം തന്നെ ഓപ്പോസിറ്റ് കുറയുന്നു. ഇതാണ് ഒരു പിന്നിൻ്റെ അവസ്ഥ സൈൻ വേവിൻ്റെ. ഇപ്പോൾ 2 പിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പിൻ A, പിൻ B. പിൻ എയിൽ ഒരു പൾസ് പോസിറ്റീവ് ഇങ്ങനെ വന്നു പോയതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് അവിടെ 0 ആകുമ്പോൾ ഉടൻ തന്നെ ഇവിടെ ആരംഭിക്കുന്നു. രണ്ടാമത്തെ പിന്നിൽ പതുക്കെ വെളിച്ചം വർദ്ധിച്ചു വരുന്നു, കുറയുന്നു. ഇങ്ങനെ ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം 50 ടൈംസ് ആവർത്തിക്കുന്നു. ഇതാണ് 50 ഹെർട്സ് സൈൻ വേവ് എന്ന് പറയുന്നത്. ഇനി UPSൻ്റെ അഥവാ സൈൻ വേവിൻ്റെ ഒരു ബേസിക് ഘടന ഒരു ബ്ലോക്ക് ഡയഗ്രാം രൂപത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന 12 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ടിൻ്റെ ബാറ്ററി DC ആണ്. ആ DCയെ നമ്മൾ നേരെ അതുപോലെ തന്നെ 12 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ട് AC ആക്കി കൺവേർട്ട് ചെയ്യുന്നു. 50 ഹെർട്സ് AC ആക്കി മാറ്റുന്നു. ആ AC ആണ് പിന്നീട് ട്രാൻസ്ഫോമർ വഴി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി 230 വോൾട്ട് 50 ഹെർട്സിൻ്റെ AC ആക്കുന്നത്. ഇത് PWM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്യുവർ സൈൻ വേവ് അല്ല. അതിനെ 2 മാർഗത്തിൽ നമുക്ക് വീണ്ടും അത് ഫിൽട്ടർ ചെയ്ത് ഒന്നുകൂടെ പ്യൂരിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. RC റെസിസ്റ്റർ കപ്പാസിറ്റർ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്മൂത്തൻ ചെയ്യാം. അതല്ലെങ്കിൽ H ബ്രിഡ്ജ് എന്ന് പറയും. ബ്രിഡ്ജ് റെക്ടിഫയർ ഒക്കെ വരുന്ന പോലെ H ബ്രിഡ്ജ്. പോസിറ്റീവ് ഒരു പിന്നിലെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാനും സെയിം ടൈം ഓപ്പോസിറ്റ് വരുന്നതിന് നെഗറ്റീവായ ആംപ്ലിഫിക്കേഷൻ. അങ്ങനെ H ബ്രിഡ്ജ് സ്റ്റെപ്പർ മോട്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രൈവർ സർക്യൂട്ട് പോലെ H ബ്രിഡ്ജ്, ഇംഗ്ലീഷിൽ H എന്നുള്ള ലെറ്റർ എഴുതിയിട്ട് H ബ്രിഡ്ജ്. ഞാൻ സർക്യൂട്ട് ഡാറ്റ പറയുമ്പോൾ മനസ്സിലാവും. ഈ പറഞ്ഞ കാര്യം മുഴുവൻ എങ്ങനെ ഒരു എംബഡഡ് സിയിൽ ഒരു കോഡ് എഴുതിക്കൊണ്ട് അതിൻ്റെ പരമാവധി വരികളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഹൗ ടു പ്രൊഡ്യൂസ് എ സൈൻ വേവ് വിത്ത് ആൻ മൈക്രോ കൺട്രോളർ എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് മോണിറ്ററിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് സൈൻ വേവിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ആ സ്ട്രക്ചർ ഒന്ന് വായിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് സൈൻ വേവിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സർവീസിങ് വരുന്ന സമയത്തും നിങ്ങൾ റിപ്പയർ ചെയ്യുന്ന സമയത്ത് DC സെക്ഷനിലാണ് ഫോൾട്ട്, അതല്ലെങ്കിൽ DCയെ AC ആയി കൺവേർട്ട് ചെയ്യുന്ന സ്ഥലത്താണോ ഫോൾട്ട് വരുന്നത്, എല്ലാം പരിശോധിക്കേണ്ടി വരും. പിന്നെ സ്വിച്ചിങ്ങിലാണ് വരുന്നത്. ലോ വോൾട്ടേജ് ആണോ, ഹൈ വോൾട്ടേജ് ആണോ, ഏറ്റക്കുറച്ചിൽ, അത് വലിയൊരു വിഷയമാണ്. ലോഡ് വരുന്ന സമയത്ത് അറ്റ് ദ ടൈം ഓഫ് കണക്റ്റിംഗ് ലോഡ് ഒന്ന് ഡിമ്മാവും. നിങ്ങൾ വലിയ വീട്ടിലൊക്കെ ഫ്രിഡ്ജൊക്കെ ജസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ ലോഡ് വരുമ്പോൾ ഒന്ന് ലൈറ്റ് ഡിമ്മാവുന്ന പോലെ ആ ഡിമ്മാവുന്ന സമയത്ത് ആ ഡിമ്മിൽ നിന്ന് അതിനെ വന്ന തലത്തിലേക്ക് ഉയർത്താൻ, പെട്ടെന്ന് സഡനായി ഉയർത്താൻ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതും ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. SMBSലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്, ഫീഡ്ബാക്ക് സിസ്റ്റങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഫീഡ്ബാക്ക് നിർബന്ധമാണ് ഈ ഫീൽഡിൽ. ഒരു ജനറൽ സൈൻ വേവ്, ഹൗ ടു വർക്ക് സൈൻ വേവ് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ, പിന്നെ കോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പരമാവധി നിങ്ങളൊന്ന് അറിയിക്കുക എന്നുള്ളതാണ്. ഇതൊരു സിമ്പിൾ കോഡാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഹയർ വെർഷൻ എഴുതാം. സ്റ്റെപ്പുകളുടെ എണ്ണം കൂട്ടി എഴുതി കഴിഞ്ഞാൽ ഹയർ വെർഷനായി. ഇങ്ങനെ ചെറിയ ഒരു സ്റ്റേജിലൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്പീഡ് കുറവായ രീതിയിൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ് ഈ ആർഡിനോ പോലുള്ള കുഞ്ഞ് ACകൾ. പിന്നെ ഹയർ സ്പീഡ്, സ്റ്റെപ്പുകളുടെ എണ്ണം വർദ്ധിക്കും തോറും ഇതിൻ്റെ സ്മൂത്ത്നെസ് വളരെ കൂടുതലായിരിക്കും. ആ സമയത്താണ് നമ്മൾ DSP ലെവലിലുള്ള ഹൈ ഫ്രീക്വൻസിയിൽ ഓടുന്ന ICകളൊക്കെ ആവശ്യമായി വരുന്ന ഇത്തരം ഘട്ടത്തിലാണ്. അടുത്തതായി നമുക്കിനി ജസ്റ്റ് ടൈപ്പ് ചെയ്ത കോഡ് വെച്ചിട്ട് എങ്ങനെയാണ് PWM അല്ലെങ്കിൽ ADC എന്താണ്, PWM എന്താണ്, അതിൻ്റെ വ്യത്യാസം എന്താണ്, കോഡ് വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സൈൻ വേവ് നമ്മൾ എഴുതുന്ന സമയത്ത് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് മെമ്മറി മാപ്പ് എന്ന് പറയാം. ഈ ഭാഗമാണ് മെമ്മറി മാപ്പ്.
ഞാൻ ഈ റൗണ്ടിൽ കാണിക്കുന്നത് എഴുതിയിട്ടുണ്ട്. // സൈൻ വേവ് മെമ്മറി മാപ്പ് 32 സ്റ്റെപ്സ് 8 ബിറ്റ് വാല്യൂ ഫോർ PWM. 8 ബിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, 32 സ്റ്റെപ്പ്. അതിനു മുമ്പ് 2 പിന്നുകൾ പരിചയപ്പെടുത്താം. കൺട്രോളറിനകത്ത് ADC പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ. നമ്മളൊരു പിന്നിലോട്ട് 0 to 1 2 3 അങ്ങനെ 5 വോൾട്ട് വരെ വാരിയബിൾ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണോ ബിറ്റ് വേണ്ടത്, ഉദാഹരണം 1023 ആണെങ്കിൽ 1 മുതൽ 1023 വരെയുള്ള സംഖ്യകളാക്കി മാറ്റുന്നു. അങ്ങനെയാണ് അതിനകത്ത് സംഭവിക്കുന്നത്. PWM എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മളിവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സംഖ്യകളെ അതിന് അനുയോജ്യമായ വ്യത്യസ്ത വോൾട്ടേജ് ആയിട്ടാണ് തരുന്നത്. അത് പ്യുവർ നമ്മൾ ഇൻപുട്ടിൽ ADCയിൽ കൊടുക്കുന്ന പോലെയല്ല, അത് PWM ഷേപ്പിലാണ് വരുന്നത്. PWM ഷേപ്പ്. അതിന് ഡ്യൂട്ടി സൈക്കിളിൽ വലിയ പ്രാധാന്യമുണ്ട്. ആ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഇവിടെ ഞാൻ 32 സ്റ്റെപ്സ് എടുത്തു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 320 സ്റ്റെപ്പ് ആക്കാം, 1000 സ്റ്റെപ്പ് ആക്കാം. അതിനനുസരിച്ച് കൺട്രോളറിന്റെ കപ്പാസിറ്റി വളരെയധികം വർദ്ധിപ്പിക്കേണ്ടി വരും. ഇങ്ങനെ ആദ്യമേ നമ്മൾക്ക് ഇതിന് ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ട്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളിവിടെ സൂക്ഷിച്ചു വെക്കുന്നു. ആ 32 എണ്ണത്തിനെ 1 by 1 ആയിട്ട് PWM പിന്നുകളിലേക്ക് പ്രോസസ്സിങ്ങിന് അയക്കാൻ വേണ്ടിയാണ്. ഇതാണ് സൈസ് ഓഫ് അറേ. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് അതിൻ്റെ അടുത്ത് അറേ എന്നാണ്. അറേയിലോട്ട് വന്നതിന് 1 by 1 ആയിട്ട് അവിടുന്ന് ഹൈ സ്പീഡിൽ ഈ സെക്കൻഡിൽ 50 ഹെർട്സിൽ പിന്നുകളിലേക്ക് അയക്കുന്നു. ഇനി എനിക്ക് എവിടെയാണോ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്, ഈ PWM പിൻ ഞാൻ ഈ IC-ക്കകത്ത് 9 പിൻ നമ്പർ 9 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 10 2 പിന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേര് ചാനൽ A, ചാനൽ B എന്ന് പറയും. 9ാമത്തെ പിന്നെ A എന്ന് വിളിക്കുന്നു, 2ാമത്തേനെ B എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഞാനൊരു പിന്ന് സ്വിച്ച് പിൻ, 2ാമത്തെ പിന്നിനെ ഞാൻ സ്വിച്ചായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നു. ആ സ്വിച്ചിൽ ഒരു പുഷ് ബട്ടൺ കൊടുത്ത് അമർത്തുമ്പോഴാണ് 2 പിന്നുകളും 9ലും 10ലും എനിക്ക് PWM ഔട്ട് സൈൻ വേവായി വന്നുകൊണ്ടിരിക്കുക. നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്തിട്ട് അഡിനോയിൽ നിന്ന് പ്രോഗ്രാം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ പിന്നുകൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. ഒരു ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ഡിം ആൻഡ് ബ്രൈറ്റ് ആവുന്ന കാണാം. അതിൻ്റെ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സെറ്റപ്പ്. ഇവിടെയാണ് മെയിനായിട്ട് വരുന്നത്. അത് പിന്നുകളൊക്കെ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഇവിടെയാണ് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പ്രീ സ്കെയിലർ. ഇതിൻ്റെ ടൈമർ യൂസ് ചെയ്യുന്നത്. ടൈമർ 1 വെച്ചാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഡിലേ എംഎസോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇത്തരം കോഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ടൈമർ 2 ടൈമർ ഉണ്ടാവാം, 3 ടൈമർ ഉണ്ടാവും. ടൈമറിനെ സെറ്റപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ കാണുന്നത്. സെറ്റപ്പ് ടൈമർ 1 ഫേസ് കറക്റ്റ് PWM മോഡ് 8 ബിറ്റ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ടൈപ്പ് ചെയ്യാം ഇനീഷ്യലി. പിന്നെ കൊടുത്തിരിക്കുന്നതാണ് ഡ്യൂട്ടി സൈക്കിൾ. ചാനൽ A 128 കൊടുത്തിരിക്കുന്നു, ചാനൽ B 128 കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ പ്രോഗ്രാമിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഓൺലൈൻ സ്റ്റുഡൻസിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അവർ കൂടി ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനത് പബ്ലിഷ് ചെയ്യാൻ കാരണം. പിന്നെ വോയിഡ് ലൂപ്പിലോട്ട് വരുന്നു. സ്വിച്ചിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ടെസ്റ്റ് ചെയ്യുന്നു. സ്വിച്ച് ഇന്നതാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ എയിലേക്ക് എന്തയക്കണം, പെർസെൻറ്റേജ് സൈസ് ഓഫ് ബിയിലേക്ക് എന്തയക്കണം, അതിൽ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു. പിന്നെ സ്വിച്ച് എൽസ്, സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഔട്ട്പുട്ട് സ്വിച്ച് ഓഫ്, പിന്നെ രണ്ടും ആവശ്യമില്ല, ഓഫ് ചെയ്യുക. സ്വിച്ച് അമർത്തുന്ന സമയത്തൊക്കെ PWM ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സൈൻ വേവ് 50 ഹെർട്സിൻ്റെ സൈൻ വേവ് ഈ 2 പിന്നുകളിലൂടെ 9, 10 പിന്നുകളിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അതല്ലാത്ത സമയത്ത് ഓഫായിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോഡിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. IC-ക്കകത്ത് ഇത്തരത്തിലുള്ള കോഡുകൾ നമ്മൾ റൈറ്റ് ചെയ്ത് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ IC സൈൻ വേവിൻ്റെ IC ആയി മാറി. ഇതാണ് UPS-കളിലും മറ്റും ഉപയോഗിക്കുന്നത്. ശേഷം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.